ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നൊരു ചോക്ലേറ്റ് കേക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എങ്ങനെ നമുക്കൊരു ക്ലീനായിട്ട് ഐസിങ് ചെയ്യാം എന്നതും കൂടി കാണാം. അതിന് മുമ്പായി എൻ്റെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. ആദ്യം ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചെടുക്കുന്നതാണ്. അതിനുവേണ്ടി ഞാനിവിടെ 3/4 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. അതിനുശേഷം 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് 3 മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പൊങ്ങി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. വീണ്ടും നന്നായി അടിച്ചതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നേരത്തെ അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പാത്രം എടുത്ത് അതിൽ കുറച്ച് ഓയിൽ തടവി കൊടുത്ത് നമുക്കിതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലും കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായും കൂട്ടിയതിന് ശേഷം നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു അടുപ്പത്ത് ഒരു പാത്രം ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 25 to 30 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതിനേക്കുള്ള ക്രീം തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ചോക്ലേറ്റ് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് തിളച്ച വെള്ളം കൊട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ചോക്ലേറ്റിൻ്റെ കപ്പ് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മെൽറ്റാക്കി എടുക്കാം. ഇപ്പോൾ ചോക്ലേറ്റ് നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി കേക്ക് വെറ്റ് ചെയ്യാനുള്ള ഷുഗർ സിറപ്പും കൂടി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കേക്ക് കുക്കായോ നോക്കാം. ഒരു ടൂത്ത് പിക്ക് വെച്ച് ഇതുപോലെ ഒന്ന് കുത്തി നോക്കാം. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ബട്ടർ പേപ്പർ മാറ്റാം. കേക്ക് നല്ല സ്പോഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ 3 ലെയറാക്കി എടുക്കാം. ഞാനിവിടെ 3 ലെയറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ടേണിംഗ് ടേബിളിൻ്റെ മുകളിൽ ബോർഡ് വെച്ച് നമുക്കിതൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. കേക്ക് നീങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കേക്ക് വെച്ച് നമുക്കിതൊരു ഷുഗർ സിറപ്പ് കൊണ്ട് ഇനി വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ക്രീം ഇടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പൈപ്പിംഗ് ബാഗിലേക്ക് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഫുൾ ഇട്ടതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് മെൽറ്റാക്കി ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. കേക്ക് വെറ്റ് ചെയ്ത് കൊടുക്കാം ഷുഗർ സിറപ്പ് കൊണ്ട്. വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് ക്രീം ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് മെൽറ്റാക്കി ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് 3rd ലെയറും കൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം ഷുഗർ സിറപ്പ് വെച്ചിട്ട്. ഇനി
ഇതിൻ്റെ മുകളിലേക്ക് ക്രീം ഇട്ട് കൊടുക്കാം. പൈപ്പിംഗ് ബാഗിൽ വെച്ചിട്ട് ക്രീം ഇട്ട് കൊടുത്താൽ നല്ലൊരു ക്ലീൻ കിട്ടുന്നുണ്ട്. സ്ക്രാപ്പർ വെച്ച് സൈഡെല്ലാം ഒന്ന് ഷേപ്പാക്കി കൊടുക്കാം. ഇതിൻ്റെ താഴെ ഞാൻ ഇതുപോലെ ഒരു ചെറിയ ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് നെറ്റാക്കി ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായമുള്ള കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.